ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ കോളേജിൽ നിന്നുള്ള ഒരു 3 days ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലെ ഒരു 4:30 സമയമൊക്കെ ആയപ്പോൾ എല്ലാവരും കോളേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് ഞങ്ങൾ പുറപ്പെടുമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ 4:30 ആയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി വന്നിട്ടില്ല, അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോവാണ് ഗൈസ്. ഹലോ ഗൈസ്. ഐഷ നോക്കൂ, ഐഷയുടെ ചുമ. ഞാൻ വോയിസ് കവർ കൊടുക്കേണ്ടി വരും. ചേച്ചി എന്താ ലൈറ്റ് നോക്കിയേ. വാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം വിത്ത് ഏഞ്ചൽ. അപ്പൊ ഞങ്ങള് ട്രിപ്പ് പോവാണ് കേട്ടോ. ട്രിപ്പ് എങ്ങനെ പോണേ പറയും? കൊടൈക്കനാൽ. ഞങ്ങള് രാവിലെ ഇപ്പം എത്ര മണി? ഒരു 5:30 ആയിട്ടുണ്ട്. എല്ലാവരും ഒരു 5:45 ഞങ്ങൾ 4:45 എത്തിയതാണ്. സോ വി ആർ ഗോയിങ് ടു കൊടൈക്കനാൽ. എടുക്കട്ടെ, അതിനത് ഇഷ്ടമല്ല, അതല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ലീഡർ ഏഞ്ചൽ. എന്നാലും എൻ്റെ ലീഡർ ഏഞ്ചൽ മൂക്കുത്തി ഓടുന്നുണ്ട്. ഏഞ്ചൽ വേണ്ടേ? അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ ട്രിപ്പ് പോവാണ്. ട്രിപ്പ് മൂടിലാണ് ഗൈസ്. പിന്നെ ഇവിടെ ഒരു ആപ്പിൾ ഉണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ്. ഞാനിങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോൾ സാനിയ, പിന്നെ മുന്നിലേക്ക് പോകുമ്പോൾ അച്ചു. ഞങ്ങളെല്ലാവരും പോവാണ് ഗൈസ്. ഇവിടെ ആരുമില്ല. ഇവിടെ ആൾക്കാരൊന്നും കയറിയിരുന്നിട്ടില്ല. ഇനി കുറച്ച് ആൾക്കാർ കയറാനുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ക്ലിപ്സ് ആയിരിക്കും. Day 1, Day 2, Day 3 അങ്ങനെയാണ് ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. പൂത്തിരി കത്തിക്കണ്ടോ? ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഭയങ്കര ചിൽ മൂഡായിരുന്നു. കാരണം സ്റ്റാർട്ടിങ് അല്ലേ, എല്ലാവരും ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടിയിൽ കയറിയത്. പുലർച്ചെ 4:30, 5 മണിയൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ എന്താ പറയുക, ഫുൾ പാട്ട് വെച്ച് ഒരു 7-7:30 അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം വരെ ഞങ്ങൾ ഫുൾ ഓണായിരുന്നു. ഇടയ്ക്ക് എപ്പോഴും ഒന്ന് ഉറങ്ങി. ഹലോ ഗൈസ്, നമ്മൾ ഒരു സെറ്റ് തുള്ളാട്ടം കഴിഞ്ഞിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. ഇപ്പോഴത്തെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ ചാർജറിൽ കുത്തി വെച്ചൊക്കെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബസ്സിൽ വന്നിരിക്കുകയാണ്. അല്ല, അച്ഛനാ ഐഷാബിദുണ്ട് കേട്ടോ. ഐഷാബിദല്ലാണ്ട് ഐഷാബിദനാണല്ലോ. ഐഷാബിദല്ലാണ്ട് എന്ത് വ്ളോഗ്. ഇവിടെ ഏതാ സ്ഥലം? ഇവിടെ എത്തി. ഞങ്ങൾ 2 മണിക്ക് എത്തുള്ളൂ. അപ്പോൾ 10 മണി ആയിട്ടുള്ളൂ. 10 മണി ആവണുള്ളൂ. എന്താ ബലങ്കോട അങ്ങനെ അങ്ങനെ പറയണ. ഏഞ്ചല് പറഞ്ഞതാണ് ഗൈസ്. So we are so tired. എനിക്ക് വയ്യ. വീണ്ടും കട ഉറങ്ങാൻ പോവാ. ഞങ്ങള് ചുരം കയറാൻ പോവാണ്. ചുരം അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ വയറ് ചുരം കയറി കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഒടുവിൽ നമ്മളിവിടെ എത്തി. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കഞ്ചാവടിച്ച കൊഴുവില്ലേ കണ്ണൊക്കെ നോക്കി. അയ്യ, ഐഷയുടെ ഒരു പെട വീഡിയോ ഉണ്ട് ഉറങ്ങണത്. അതില്ല ആഡ് ചെയ്യണം. അപ്പം ഞാൻ എല്ലാം ഇറങ്ങട്ടെ കേട്ടോ. റിസോർട്ട് കേട്ടോ. ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. എന്തേലൊക്കെ പറയും വെറുതെ നിങ്ങൾ ആരും വ്ളോഗ് സംസാരിക്കില്ല. തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്.
അതാ അയ്യോ അയ്യോന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേതും തോട്ടാണ്, ഇത് ഏലക്കയാണോ എന്താണ് എന്നുള്ളത് അഞ്ജുവിനോട് മെസ്സേജ് അയക്കാം. എപ്പ അയച്ചതിന് അമ്മ മെസ്സേജ്? ഹലോ ഗൈസ്, അപ്പൊ നമ്മള് റൂം എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ദിസ് ഈസ് അവർ റൂം 2. ഷോർട്ട് പേരില്ലേ, ഇവിടെ ഒരു 6 പേര് റൂമിൽ തമ്പടിച്ചിട്ടുണ്ട്. ഹലോ, അപ്പൊ നമ്മളിത് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സോ ഐ ഹാവ് ചേഞ്ച്ഡ് മൈ കോസ്റ്റ്യൂം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ആൻഡ് ഫുള്ള് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ട്രക്കിങ്ങിന് പോകാം ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി ജീപ്പിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ 2 നേരം വയ്യ, കാരണം ഞങ്ങൾ 2 പേരായിട്ട് വേറെ വേറെ പല സ്ഥലത്തായി പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ ഗൈസ്, വി ആർ ഗോയിങ്. കുറച്ച് കഴിയുമ്പോൾ വ്ളോഗൊന്നും ഉണ്ടാവില്ല, അത് വരണ വരെ വ്ളോഗും. കേറുണ്ട് നിങ്ങൾ മിസ്സാണിട്ടായിരിക്കണം, മിസ് കൊണ്ട് വീഴോ. ഇവിടെ ഞങ്ങളുടെ ഫുൾ അഡ്വഞ്ചറസ് ട്രിപ്പാണ്. വി ആർ ട്രക്കിംഗ്. എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ സേഫായിട്ട് ഫ്രണ്ടിൽ വന്നിരുന്നു. സ്ഥലം കിട്ടാത്തതുകൊണ്ടല്ല കേട്ടോ, ഞങ്ങൾ സേഫായിട്ട് വന്നിരുന്നത്. മറിഞ്ഞ വീഴ്ത്തിട്ട് ആവശ്യം ആരുടെ എല്ലാവരും കയ്യിലുണ്ടോ? വാവ്, സിനിമാറ്റിക്കലായിട്ട് എടുക്കണേ. എടി ഇങ്ങനെ ഇതിന്റെ ഒരു വേറെ വശം നമ്മൾ ഇപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്. വേറെ ഞങ്ങൾ നല്ല ഇതിലായിരുന്നു, പക്ഷെ ഇപ്പൊ എന്തോ വേദനകളൊക്കെ അവിടെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇരുന്നിട്ട്. ഇതെന്താ ഇതൊക്കെ കൊണ്ട് നിർത്തിയിട്ടേക്കണേ, ഒന്ന് പറഞ്ഞുതരൂ. ബാക്കിലിരിക്കണവര് നല്ല കാളരാഗം പാടുന്നുണ്ട്. ക്ഷമിക്കണം, ഷെയ്ക്കിങ് ഉണ്ട് നന്നായിട്ട്. കാരണം ആര്യച്ചും കൂടെ നോക്കൂ, നല്ല രസമുണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമപ്പാറയിലേക്ക് വന്നിട്ട് നോക്ക്, എല്ലാവരും നോക്ക്. ഫോട്ടോ എടുത്തോ. സോ ട്രബിൾ. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ പോയാൽ മതി. ഞാൻ ഫോൺ എടുത്തേക്കാൻ പോണ ബൈക്ക്. അവിടെ നല്ല വെളിച്ചുണ്ടായിരുന്നു, ഒരു നല്ല തണുത്ത കാറ്റ്. ഞങ്ങളെ ട്രക്കിങ്ങും എല്ലാതും കഴിഞ്ഞു. നമുക്ക് വയ്യ, എല്ലാം പൊച്ച് ക്ഷീണിച്ചു. ടയർഡ്. ഇവിടെയാണ് വെളിച്ചം. വണ്ടി പോകുമോ? നടന്നു നമ്മൾ തിരിച്ചു പോവാണ്. രാവിലെ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്, സൂയിസൈഡ് പോയിന്റ്. ആരും പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, ഒക്കെ അടിച്ച് ചെയ്യും. അതിനെ കുത്തിരിക്കാന്ന് മാത്രം. എല്ലാതും നല്ല ചന്തണ്ട് കാണാൻ. ഈ വ്ളോഗിൽ നമ്മളൊക്കെ കുറേ ഉണ്ട്. ഇതാണ് എൻ്റെ അലിറ്റ് മിസ്. ബാക്കിലാണ് വെയിൽ. ഇങ്ങനെ തന്നെ കണ്ട, ഇവിടെയാണ് വെയിൽ. ഞങ്ങൾ സൂയിസൈഡ് പോയിന്റിലേക്ക് പോവാണ്. പിന്നെന്താ പറയാൻ വന്നത്, ഡേ 1, ഡേ 2, ഡേ 3 ആയിട്ടാണ് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യുക. ബിക്കോസ് ഭയങ്കര ലെങ്തി ആയി പോവും വ്ളോഗ്, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോ എന്ത് രസാന്നറിയോ കാണാൻ. നല്ല രസം.
അപ്പോഴോ ദേവിക ദേവു നോക്ക് ഇല്ല കാക്കു കണ്ടാ എല്ലാരും കേട്ടോ ഒരു മിനിറ്റ് ആരോ ചോദിക്കല്ലോ വണ്ടി നടത്തിയില്ലേ അവിടം വരെയുള്ള കേരളം തമിഴ്നാട് റിസർവ് ഫോറസ്റ്റ് ഇവിടെ നമ്മളെ കൊണ്ടുവന്നത് തമിഴ്നാട് തേനി ജില്ലയുടെ ഫോറസ്റ്റ് ഏരിയ തമിഴ്നാട് തേനി ജില്ലയുടെ ഫോറസ്റ്റ് ഏരിയ അല്ലേ നിൽക്കുന്നത് ഈ കാണുന്ന കല്ലില്ലേ ഈ കല്ലാണ് രാമക്കല്ല് നമ്മളിപ്പോ നിൽക്കുന്നത് സീ ലെവലിൽ നിന്ന് ഏകദേശം 3600 അടി ഹൈറ്റിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തി കാറ്റ് വീശുന്ന 3 സ്ഥലങ്ങളിലൊന്ന് രാമക്കൽമേടാണ് നല്ല കാറ്റുള്ള ടൈമിലൂടെ ആളെ കയറ്റാറില്ല കാരണം ഇത്ര ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ഇതിലെതിരെ കാറ്റ് വീശെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ആളെ നിൽക്കുമ്പോൾ ചിലപ്പോൾ കാറ്റ് ശക്തിക്ക് വന്നു കഴിഞ്ഞാൽ താഴെ പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് ഈ കാണുന്ന കല്ലാണ് രാമക്കല്ല് ഈ കല്ല് ഒരു വെർട്ടിക്കലായിട്ട് 1300 അടി ഹൈറ്റുള്ള പില്ലർ റോക്ക് അതിന്റെ 3 സൈഡും വെർട്ടിക്കലായിട്ട് 1300 അടിയും ഒരു സൈഡ് നടന്ന് കയറി വരാൻ പാകത്തിനുള്ളത് ഈ കല്ലിൽ രാമക്കല്ലെന്ന് പേര് വരാൻ കാരണം വനവാസ കാലത്ത് ശ്രീരാമൻ സീത അന്വേഷിച്ച് ഇവിടെ വന്നു ഇവിടുന്ന് ധനുഷ്കോടിക്ക് അവിടുന്ന് ലങ്കയിലേക്കും പോയെന്നാണ് ഐതിഹ്യം ആ സമയം ഇവിടെ കടലായിരുന്നു കടൽ ഉൾവലിഞ്ഞ് കരയായതാണ് തമിഴ്നാടെന്നാണ് പറയപ്പെടുന്നത് വാളംപൊളി മരങ്ങളാ പറയുന്നത് ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. 2 സ്പോട്ടിൽ പോയിട്ട് തന്നെ ഇപ്പോൾ തന്നെ ഭയങ്കര 50 ആകെ ഡള്ളായി. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു സ്റ്റാച്യൂവിൻ്റെ ഒരു സ്പോട്ടാണ്. നമ്മൾ പൈനാപ്പിൾ മേടിച്ചിട്ടത്. പൈനാപ്പിൾ അത് വാങ്ങണ്ടാക്ക പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ പോയി അവിടെ കഴിക്കാൻ പോവാണ്. സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കാം. ബട്ട് ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഫോർ മീ. എൻ്റെ കണ്ണിൽ തെറ്റി. അപ്പൂ ഹായ് പറയൂ. ഹായ് ഫ്ലവർ ചീച്ച. നമുക്ക് ഞാൻ അടുത്ത മിസ്സിനെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ആദ്യ മിസ്. ക്ലാസ് എടുക്കുമ്പോൾ പുലി. ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്. ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് കാണിക്കാം. മിസ്സിന്റെ മോനാണ് കേട്ടത് അപ്പു. അപ്പു നോക്ക്. അപ്പു കണ്ടു, ഒരു ഹായ് പറഞ്ഞു. ഹായ് ഹായ്. ഇനി എന്തൊട്ട് ചേച്ചി ഫോട്ടോ എല്ലായിടത്തും കുറവനെയും കുറച്ചിനൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. നടക്കാൻ വയ്യാണ്ടായി. ഇതാണ് ഏഞ്ചൽ. 2 ഏഞ്ചൽമാര്. ഇത് ഏഞ്ചൽ ഡി മരിയ. ഏഞ്ചൽ ഡി മരിയ അർജന്റീനയിലെ കളിക്കാരൻ. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏഞ്ചൽ. മെറ്റിയതിട്ടോട്ടോ. അവരെ പാട്ടാ കളിക്കുക. ഹലോ ഗൈസ്, ഞങ്ങൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അഗെയിൻ വി ആർ ഗോയിങ് ടു ദ റൂം. സോ ഇത് 2 ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നു. ഇത് 2 ഏഞ്ചൽമാരാണ്. എൻ്റെ കൂടെ 2 ഏഞ്ചൽസ് ആണുള്ളത്. ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇതിൽ ചാർജ് കുറയാറായി. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ പോയി ചാർജൊക്കെ കുത്തി വെച്ചിട്ട് ഫുൾ ടൈം ഉണ്ട്. ഫുൾ ടൈമിൽ ബാക്കി വ്ളോഗ് വരുന്നതായിരിക്കും. ദെൻ ഞാൻ അത് വൈൻഡപ്പ് ചെയ്യും. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ വി ആർ ഗോയിങ് ടു ദ റൂം. ബൈ. നമ്മുടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ അവസാനിച്ചു. ടാറ്റാ ബൈ ബൈ. സീ യു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾക്കിപ്പോൾ പൂൾ ടൈമാണ്. ഞങ്ങൾ ഫ്രഷപ്പ് ആയിട്ടൊന്നുമില്ല, പക്ഷെ പൂളിലേക്ക് പോവാണ്. സോ പേടിയാവാണ്. അപ്പം താഴെയാണ് കേട്ടോ പൂള്. സോറി, മേലെയല്ല, താഴെയാണ് പൂള്. എനിക്ക് വഴി തെറ്റി. താഴെയാണ് നമുക്ക് പൂള് വരുന്നത്. ഐ വിൽ ഷോ യു. പൂളുണ്ട്. അവിടെ ഇപ്പോൾ കുളിച്ചിറങ്ങുന്നുണ്ട്. നമുക്ക് പോകാം.
ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഡേ 1 വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബിക്കോസ് നാളെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് സൺറൈസിനും കാര്യങ്ങൾക്കൊക്കെ പോകാനുണ്ട്. അതിനു മുന്നേ എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡേ 1 വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ ഡേ 2, അതായത് വി ആർ ഗോയിങ് ടു കമ്പം ഗ്രേപ്പ് ഫാം. സോ അതിൻ്റെ ഒരു വീഡിയോസ് ആയിട്ട് ഞാൻ ഡേ 2 വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, സീ യു.